Hi, I'm Kannan Joshua Michael from the Christian Entrepreneur. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കണ്ണൻ ജോഷുവ മൈക്കിൾ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ക്രിസ്ത്യൻ ഓൺടർപ്രനർ എന്ന പേരിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. ഒന്ന്, ദൈവസഭയിൽ നിന്നും മില്യനേഴ്സ് എഴുന്നേറ്റ് വരണം, ബിസിനസ് ചെയ്യുന്ന മില്യനേഴ്സ് എഴുന്നേറ്റ് വരണം. എന്തുകൊണ്ട്? കാരണം ദൈവം സമ്പത്ത് ഉണ്ടാക്കുന്നതിനെതിരാണ്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിനെതിരാണ്, വലിയ ബിസിനസ് തുടങ്ങുന്നതിനെതിരാണ് എന്നുള്ള വലിയൊരു കൾട്ട് സുവിശേഷം, തെറ്റായ ഒരു ധാരണ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ദൈവസഭയ്ക്കുള്ളിൽ പടർന്നിരിക്കുകയാണ്. അത് നമ്മെ കൊണ്ട് എത്തിച്ചത് വലിയ ദാരിദ്ര്യത്തിലേക്കും കഷ്ടത്തിലേക്കൊക്കെയാണ്. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ദൈവം ഒരിക്കലും ധനത്തിനെതിരല്ല. അങ്ങനെ ദൈവം ധനത്തിനെതിരാണെങ്കിൽ, യേശു ധനത്തിനെതിരാണെങ്കിൽ ഒരിക്കലും ഞാനല്ലോ നിനക്ക് ധനമുണ്ടാക്കാനുള്ള മാർഗങ്ങളെ കാണിച്ചു തരുന്നു എന്നുള്ളൊരു വാക്യം ബൈബിളിൽ വരത്തില്ല. അബ്രഹാം ബിക്കേം സോ റിച്ച്, അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു എന്ന് ബൈബിൾ പറയുന്നു. അതുപോലെ ജോസഫ് അല്ലെങ്കിൽ സോളമൻ, ഇവരുടെയൊക്കെ ജീവൻ നോക്കും, ഇവരൊക്കെ എക്സ്ട്രീം റിച്ച് ആയിരുന്നു. അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്ന ഫസ്റ്റ് ഒരു കമാൻഡ് അല്ലെങ്കിൽ പ്രോമിസ് തന്നെ റൂൾ ഓവർ എന്നാണ്, അല്ലെങ്കിൽ റെയിൻ ഇൻ ലൈഫ് എന്നാണ്, വാഴുക എന്നാണ്. അപ്പോൾ ഈ ലോകത്തിൽ വാഴണമെങ്കിൽ സമ്പത്ത് വേണം. ഈ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യേശുവിൻ്റെ കൂടെ സമ്പന്നരുണ്ടായിരുന്നു. മർക്കോസിൻ്റെ മാളിക മുറി, മർക്കോസ് വാസ് റിച്ച്, ജോസഫ് വാസ് റിച്ച്. അതുപോലെ തന്നെ ഈ ആദിമസഭയിൽ പർപ്പിൾ ക്ലോത്ത് വിൽക്കുന്ന ലുധിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് ഒരുപാട് സമ്പന്നതയെക്കുറിച്ചുള്ള പ്രോമിസുകളും സമ്പന്നരൊക്കെ കാണാമെങ്കിലും നമ്മൾ ദാരിദ്ര്യത്തെ ഹൈലൈറ്റ് ചെയ്യുകയും അതാണ് ക്രിസ്തു മാർഗം എന്ന് തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം ഇതാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. കർത്താവിൻ്റെ കൃപയാലാണ് എനിക്ക് ബിസിനസ് ഉണ്ടായത്, ബിസിനസ് വളർന്നത്, രാജ്യങ്ങളിലേക്ക് അത് പടർന്നത്, വലിയ മില്യൺസിൻ്റെ ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞൊക്കെ കർത്താവിൻ്റെ കൃപയിലാണ്. അപ്പോൾ ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരാൾക്കും, ഒരു ബിസിനസ് പശ്ചാത്തലമില്ലാത്ത ആൾക്കും, കഴിവില്ലാത്ത ആൾക്കൊക്കെ യേശുവിൻ്റെ വാക്തത്വത്തിൽ വിശ്വസിച്ച്, യേശുവിനെ വിശ്വസിച്ച് ഫെയ്ത്തിൽ മൂവ് ചെയ്താൽ എത്ര മില്യൺസിൻ്റെ ബിസിനസ് ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ് ഈ പേജുകൾ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ടെസ്റ്റിമണി 2015 ഡിസംബർ മാസത്തിൽ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ ലെക്ചറായിട്ടുള്ള ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിന് ഇറങ്ങുമ്പം കയ്യിൽ 2 രൂപയേ ഉള്ളൂ. 50,000 രൂപ അവിടെ കൊടുത്താലേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ബിസിനസ്സിന് ഇറങ്ങിയതാണ്. ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു പോകുമ്പോൾ 13-ലധികം രാജ്യങ്ങൾ യാത്ര ചെയ്തു, 6-ലധികം കമ്പനികളെ കർത്താവ് തന്നു, പല രാജ്യങ്ങളിൽ കമ്പനികളെ തന്നു, 100 കണക്കിന് സ്റ്റാഫുകളെ തന്നു, ലക്ഷക്കണക്കിന് രൂപ സാലറി റെൻറ്റും കൊടുക്കുന്നു. സോ ഒന്നേ പറയാനുള്ളൂ, ഈ ദൈവം വിശ്വസ്തനാണ്, അവനൊരു മിറക്കിൾ വർക്കറാണ്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ചിലപ്പോൾ പണമില്ലായിരിക്കാം, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ മാത്രമായിരിക്കും ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഫെയ്ത്തിൽ മൂവ് ചെയ്താൽ, ഹോളി സ്പിരിറ്റിനെ ആശ്രയിച്ച് സ്റ്റെപ്പുകൾ എടുത്തു വെച്ചാൽ, ബേബി സ്റ്റെപ്സ് എടുത്തു വെച്ചാൽ മതി, എടുത്തു വെച്ചാൽ നിങ്ങൾ വലിയ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന കാണും. അത് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ടെസ്റ്റിമണി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മാത്രമല്ല, ഒട്ടനവധി ആളുകളുടെ ടെസ്റ്റിമണി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് എനിക്ക് ബിസിനസ് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾ അതിലെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്വപ്നം എത്ര വലുതാണോ, നിങ്ങളുടെ ഡ്രീം എത്ര വലുതാണോ, അത്രയും ഉയരത്തിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. അബ്രഹാമിനോട് ദൈവം വരുന്നൊരു കാര്യമുണ്ട്, നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായിട്ട് തരും. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിനോട്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട്, ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടവരോട്, വലിയ കടബാധ്യതയിലായിരിക്കും ഞാനൊന്നേ പറയുന്നുള്ളൂ, യേശുവിനെ വിശ്വസിച്ച് തല ഉയർത്തി നോക്കുക. നിങ്ങൾ നോക്കുന്ന കാണുന്ന ദേശമൊക്കെ നിങ്ങൾക്ക് ദൈവം തരും. അത് അവൻ്റെ വിശ്വസ്തതയും പ്രോമിസും ഫേവറുമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ ബിസിനസ്സിൽ ഉയർന്നു അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്താം. ഒരു കാര്യം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പ് പറയുന്നു, യേശു അനുഗ്രഹിക്കുന്ന യേശുവാണ്, കർത്താവ് ബ്ലെസ് ചെയ്യുന്ന കർത്താവാണ്. അവരെ വിശ്വസിച്ചാൽ ബൈബിൾ പറയും നിങ്ങളുടെ മുഖം ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. നിങ്ങൾക്ക് യു ക്യാൻ ഡു ബിസിനസ്, യു ക്യാൻ ബി എ മില്യണയർ ഇൻ ബിസിനസ്. ഗോഡ് ബ്ലെസ് യു.